ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 1 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അറേഞ്ച് ദ ടാക്സ് പോളിസീസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ബ്രിട്ടീഷുകാർ ഇംപ്ലിമെന്റ് ചെയ്ത ടാക്സ് പോളിസീസ് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് ഏതാണ് ആദ്യം നടപ്പിലാക്കിയത് ആ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, പെർമനന്റ് സെറ്റിൽമെന്റ്. ഇതിൽ ഏതാണ് ആദ്യം നടത്തിയത്? പെർമനന്റ് സെറ്റിൽമെന്റ് ആണ്. രണ്ടാമത് റൈറ്റ് വാരി സിസ്റ്റം, ഫസ്റ്റ് പെർമനന്റ് സെറ്റിൽമെന്റ്, സെക്കൻഡ് റൈറ്റ് വാരി സിസ്റ്റം, തേർഡ് ആണ് എന്തെന്ന് പറയുന്നത് മഹൽവാരി സിസ്റ്റം. ഓർഡറിൽ എഴുതുമ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, ഈ ഓർഡറിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്, കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. ഓൺ ജൂൺ 21 ദ സൺ റേസ് ഫോൾ വേർട്ടിക്കലി ഓൺ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ജനുവരി 21 എന്ത് ചെയ്യും? ദ സൺ റേസ് ഫോൾ വേർട്ടിക്കലി ഓൺ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ വേർട്ടിക്കൽ ആയിട്ടായിരിക്കും സൺറൈസ് പതിക്കുക എന്നുള്ളത്. സ്റ്റേറ്റ്മെന്റ് 2 ഓൺ ഡിസംബർ 22 ദ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസ് ദ ലോങ്ങസ്റ്റ് ഡേ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് എബോവ് ഇസ് കറക്റ്റ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഓൺ ജൂൺ 21 ദ സൺറൈസ് ഫോൾ വേർട്ടിക്കലി ഓൺ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് വിത്ത് ദെയർ ഫൗണ്ടേഴ്സ്. എന്താണ് സോഷ്യൽ റീഫോംസും പിന്നെ നമുക്ക് അതിന്റെ ഫൗണ്ടേഴ്സും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതാണ് സെറ്റ് 1-ലുള്ളത്. സെറ്റ് 2-ലുള്ളത് അതിന്റെ ഫൗണ്ടേഴ്സിന്റെ പേരുകളാണുള്ളത്. അപ്പോൾ നമുക്കൊന്ന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിതകാരിണി സമാജ്, പ്രാർത്ഥന സമാജ്, അലിഗഡ് മൂവ്മെന്റ്, ഇത് 3 തന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഹിതകരണി സമാജ് ആരാണെന്ന് നോക്കാം. ആരാണ്? വീരസലിംഗം പണ്ടുലു. വീരസലിംഗം പണ്ടുലു മൂന്നാമത്തെയാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ എ ഇതാണ് വരുന്നത്. ഇനി ബി പ്രാർത്ഥനാ സമാജ് അത്മര പണ്ടുരംഗ്, ബി ഇതാണ് വരുന്നത്. ഇനി സി അലിഗഡ് മൂവ്മെന്റ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അതാണ് സി ആയിട്ട് വരുന്നത്. അപ്പൊ മാച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ് ഫ്രം കോളം ബി ദാറ്റ് മാച്ച് വിത്ത് കോളം എ. കോളം എയും ബിയും മാച്ച് ചെയ്യാനാണ് പറഞ്ഞു. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫ്രം കോളം ബി ദാറ്റ് മാച്ച് വിത്ത് കോളം എ. അപ്പോൾ എ കോളത്തിന് മാച്ച് ആയിട്ടുള്ളത് ബി കോളത്തിൽ ഏതാണെന്ന് നോക്കാം. അനുശീലൻ സമിതിയാണ് എ കോളത്തിൽ തന്നിരിക്കുന്നത്. അതിന് മാച്ച് ആയത് ബംഗാളും അരബിന്ദ് ഘോഷും, ഇത് രണ്ടുമാണ് ഇതിന് മാച്ച് ആയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 5 to 7 നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5-ല് കാൽക്കുലേറ്റ് ദ ഗ്രീൻവിച്ച് മീൻ ടൈം ആൻഡ് ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ടൈം വെൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇസ് 10 AM. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 10 AM ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രീൻവിച്ച് മീൻ ടൈമും ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ടൈമും കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഗ്രീൻവിച്ച് മീൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ 10 AM മൈനസ് എന്താണ് 5.5 hours ഇത് ചെയ്താൽ മതി. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 4:30 AM കിട്ടും. ഇനി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ടൈം അത് നോക്കാൻ 4:30 AM മൈനസ് എന്ത് ചെയ്താൽ 12 hours ചെയ്താൽ മതി. അപ്പോൾ 12:30 PM കിട്ടും. അത് പ്രീവിയസ് ഡേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് എക്കണോമിക്സ് ഡു കോളം എ ആൻഡ് ബി ഇൻ ദ ഫ്ലോ ചാർട്ട് റെപ്രസെന്റ്. താഴെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് എക്കണോമിക്സിന്റെ. അതിന്റെ എയും ബിയും റെപ്രസെന്റ് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എക്കണോമിക്സിന് 3 തിരിച്ചു. ഏതാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, എ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമി, തേർഡ് എന്ന് പറയുന്നത് മിക്സഡ് എക്കണോമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ദ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 23 പ്രൊഹിബിറ്റ്സ് ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 24 ബാൻസ് ചൈൽഡ് ലേബർ അണ്ടർ 14 ഇൻ ഹസാർഡ്സ് വർക്ക് പ്ലേസ്. അപ്പോൾ ചൈൽഡ് ലേബർ ഒന്ന് മറ്റേ കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത് അല്ലേ, അതൊക്കെ ബാൻ ചെയ്തേക്കുന്നത്. ഈ 2 ആർട്ടിക്കിൾസ് ആണ് അതിൽ വരുന്നത്. 7th ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ലെഡ് ടു ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാളിൻ്റെ പാർട്ടീഷനിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട്സ്, ബ്രിട്ടീഷ് സ്ട്രാറ്റജി ടു വീക്കൺ
nationalist movements in Bengal. Next, Lord Curzon's administrative justification for dividing the vast province. ഇത് രണ്ടുമാണ് അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എഴുതേണ്ടത്. 7th question, evaluate the background that led to the partition of Bengal. ബംഗാളിൻ്റെ പാർട്ടീഷനിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട്സ്: ബ്രിട്ടീഷ് സ്ട്രാറ്റജി ടു വീക്കൺ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇൻ ബംഗാൾ. നെക്സ്റ്റ്, ലോർഡ് കേഴ്സൺസ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ഡിവൈഡിങ് ദ വാസ്റ്റ് പ്രൊവിൻസ്. ഇത് രണ്ടുമാണ് അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് എഴുതേണ്ടത്. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 8 to 11 ആണ്. അപ്പോൾ 8th ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു മോഡേൺ കൺട്രീസ് അഡോപ്റ്റ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ്? എന്തുകൊണ്ടാണ് മോഡേൺ കൺട്രീസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് അഡോപ്റ്റ് സ്വീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹയർ പ്രൊഡക്ടിവിറ്റി വിത്ത് ലെസ് ലേബർ. ഹയർ പ്രൊഡക്ടിവിറ്റിയാണ്, ലെസ് ലേബർ മതി. ഫാസ്റ്റർ പ്രൊഡക്ഷൻ ത്രൂ ടെക്നോളജി. ടെക്നോളജി വഴി ഫാസ്റ്റർ പ്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തൊക്കെയാണ്? കൊളോണിയൽ ഡിനൈൽസ് ഓഫ് റൈറ്റ്സ്, വാല്യൂസ് ഫ്രം ദ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് റിനൈൻസസ് മൂവ്മെൻറ്റ്, ഗ്ലോബൽ പ്രസിഡൻസ്. ഇനി കമ്പയർ ദ 9th ക്വസ്റ്റ്യൻ, കമ്പയർ ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ ആൻഡ് ദ കർണാട്ടിക് വാഴ്സ്. ബാറ്റിൽ ഓഫ് കൊളച്ചിലും കർണാട്ടിക് വാഴ്സും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊളച്ചൽ യുദ്ധത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഡച്ച് ഡിഫീറ്റ് ബൈ ട്രാവൻകൂർ മാർത്താണ്ഡവർമ്മ എൻഡഡ് ഡച്ച് സുപ്രീമസി ഇൻ ഇന്ത്യ. കൊളച്ചൽ എന്താണ്? ഡച്ച് ഡിഫീറ്റ് ബൈ ട്രാവൻകൂർ മാർത്താണ്ഡവർമ്മയുമായിട്ടായിരുന്നു അല്ലേ ഡച്ചുകാർ ചെയ്തതാണ് ബാറ്റിൽ ഓഫ് കൊളച്ചിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഡച്ച് സുപ്രീമസി ഇന്ത്യയിൽ അവസാനിക്കാൻ അത് കാരണമായി. കർണാട്ടിക് വാർസ് ബ്രിട്ടീഷ് ഫ്രഞ്ച് കോൺഫ്ലിക്റ്റ് ആണ്. ബ്രിട്ടീഷ് ഡൊമിനൻസ് എസ്റ്റാബ്ലിഷ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷിൻ്റെ ഡൊമിനൻസ് വരികയാണ്. ഇനി വൈ കാൺ സം കൺട്രീസ് പ്രൊഡ്യൂസ് മോർ ഓഫ് സെർട്ടൈൻ പ്രോഡക്ട്സ്? വൈ കാൺ സം കൺട്രീസ് പ്രൊഡ്യൂസ് മോർ ഓഫ് സെർട്ടൈൻ? എന്താണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്? ചില രാജ്യങ്ങൾക്ക് എന്താണ് ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് റിസോഴ്സ് അലൊക്കേഷൻ ട്രേഡ്സ് ഓഫ്, അതായത് പ്രയോറിറ്റൈസിങ് ഫുഡ് ഓവർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. 11th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ പിക്ചർ. ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഒരു പിക്ചറാണ് അല്ലേ. നോക്കൂ, ഇതിൻ്റെ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അപ്പാരൻറ്റ് സൺ പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പാരൻറ്റ് സൺ പൊസിഷൻ എങ്ങനെയാണ്? ഡയറക്റ്റ്ലി എബവ് ദ ഇക്വേറ്റർ. ഡയറക്റ്റ്ലി എബവ് ദ ഇക്വേറ്റർ. ഇനി ഒക്കുറൻസ് ഡേറ്റ്സ് ഏതൊക്കെയാണ്? അപ്പം ഇതിങ്ങനെ കാണുന്ന ഒക്കുറൻസ് ഡേറ്റ്സ് ഏതൊക്കെയാണ്? മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ഡേ ആൻഡ് നൈറ്റ് ഡ്യൂറേഷൻ എങ്ങനെയാണ്? ഈക്വൽ ഗ്ലോബലി അല്ലേ, എല്ലായിടത്തും ഈക്വൽ ആണ്. ഡേ ആൻഡ് നൈറ്റ് ഡ്യൂറേഷൻ ഈക്വൽ ഗ്ലോബലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 to 13 ആണ്. ക്വസ്റ്റ്യൻ, ജസ്റ്റിഫൈ പണ്ഡിത രമാഭായിസ് റോൾ ഇൻ സോഷ്യൽ റിഫോം. സോഷ്യൽ റിഫോമിൽ പണ്ഡിത രമാഭായിയുടെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൗണ്ടഡ് ആര്യ മഹിളാ സമാജ് ആൻഡ് ശാരദാ സദൻ ഫോർ വിഡോസ്. വിധവകൾക്ക് വേണ്ടി ശാരദാ സദനും ആര്യ മഹിളാ സമാജത്തിൻ്റെയും ഫൗണ്ടറാണ് ആര്യ പണ്ഡിത രമാഭായി. രണ്ടാമത്തെ അഡ്വക്കേറ്റഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് മുക്തി മിഷൻ. ഇത് രണ്ടുമാണ് അവരുടെ റോളായിട്ട് എഴുതേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, രാജാറാം മോഹൻ റോയ്സ് ബ്രോഡർ റിഫോംസ് ബിയോണ്ട് അബോളിഷിംഗ് സതി. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? രാജാറാം മോഹൻ റോയുടെ സതി നിർത്തലാക്കുന്നതിനു അപ്പുറം രാജാറാം മോഹൻ റോയുടെ മറ്റുള്ള പരിഷ്കാരങ്ങൾ അല്ലേ. സതി നിർത്തലാക്കുന്നത് മാത്രമല്ല, അതല്ലാതെ അദ്ദേഹം ചെയ്ത മറ്റുള്ള അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എന്താണ്? ഫൗണ്ടഡ് ബ്രഹ്മസമാജ്. എന്ത് ചെയ്തു? ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ്, പോളിഗാമി അല്ലേ. ചൈൽഡ് മാരേജിനെ ഒപ്പോസ് ചെയ്തു അല്ലേ. ശൈശവ വിവാഹത്തെ എതിർത്തു, അതുപോലെ പോളിഗാമിനെ. രണ്ടാമത്തേത് അഡ്വക്കേറ്റഡ് വുമൻസ് ഇൻഹെറിറ്റൻസ് റൈറ്റ്സ് ആൻഡ് മോണോത്തീസിയം. ഇത് രണ്ടുമാണ് അദ്ദേഹം സതി നിർത്തലാക്കുന്നതിനപ്പുറം മറ്റും ചെയ്ത പരിഷ്കാരങ്ങൾ എന്ന്
പറയുന്നത്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ, എർത്ത്സ് റൊട്ടേഷൻ ആൻഡ് ടൈം ഡിറ്റർമിനേഷൻ. എർത്ത് റൊട്ടേഷനും ടൈം ഡിറ്റർമിനേഷനുമാണ്. ഓക്കെ, അപ്പോൾ 24 hour റൊട്ടേഷനാണ്. അത് 360 ഡിഗ്രിയാണ്. വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. സൺറൈസ് നമുക്കറിയാം ഈസ്റ്റിലാണ്, ടു സൺസെറ്റ് വെസ്റ്റിൽ അല്ലേ. അപ്പോൾ സൺറൈസ് ടു സൺസെറ്റ് ടൈം ഇൻക്രീസ് ഈസ്റ്റ്വേർഡ്. നെക്സ്റ്റ് 14th 15 ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യൻ, ജസ്റ്റിഫൈ എ സോഷ്യലിസ്റ്റ് എക്കണോമി. സോഷ്യലിസ്റ്റ് എക്കണോമി ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഗവൺമെൻറ് കൺട്രോൾ മാർക്കറ്റ് ഓർ റിസോഴ്സസ് അല്ലേ. ഗവൺമെൻറ് കൺട്രോൾസ് മാർക്കറ്റ് ഓർ റിസോഴ്സസ്. നെക്സ്റ്റ് വൺ, റെഡ്യൂസ് ഇൻകം ഇൻഇക്വാലിറ്റി. സെൻട്രൽ പ്ലാനിങ് അലൈൻസ് വിത്ത് നാഷണൽ ഗോൾസ്. അപ്പോൾ സോഷ്യൽ എക്കണോമി ജസ്റ്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഗവൺമെൻറ് കൺട്രോൾ മാർക്കറ്റ് ഓർ റിസോഴ്സസ്. നെക്സ്റ്റ്, റെഡ്യൂസ് ഇൻകം ഇൻഇക്വാലിറ്റി. സെൻട്രൽ പ്ലാനിങ് അലൈൻസ് വിത്ത് നാഷണൽ ഗോൾസ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, മൈൽ സ്റ്റോൺസ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മൈൽ സ്റ്റോൺ, നാഴികക്കല്ലുകൾ അല്ലേ. ഏതൊക്കെയാണ്? മാഗ്ന കാർട്ട. ഏതാണ്? മാഗ്ന കാർട്ട 1215. US ബിൽ ഓഫ് റൈറ്റ്സ് 1789. UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. 15th ക്വസ്റ്റ്യൻ, സീസണൽ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സീസണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സ്പ്രിംഗ് സീസണിൻ്റെ പ്രത്യേകത എന്താണ്? ബ്ലൂമിങ് പ്ലാന്റ്സ്, ഇൻക്രീസിങ് ഡേലൈറ്റ് അല്ലേ. ഡേലൈറ്റ് കൂടുതലായിരിക്കും, ബ്ലൂമിങ് പ്ലാന്റ്സ്. സെക്കൻഡ് സീസൺ സമ്മറാണ്. സമ്മറിൽ ഹൈ ടെമ്പറേച്ചറാണ്, ലോങ്ങസ്റ്റ് ഡേയ്സ് ആണ്. ഓട്ടമിൽ ലീഫ് ഷെഡിങ് നടക്കും, അതുപോലെ ഡിക്രീസിങ് ഡേലൈറ്റ് കുറയും. ഇനി വിൻ്ററിൽ ലോ ടെമ്പറേച്ചറും ലോങ്ങസ്റ്റ് നൈറ്റ്സും ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സീസണൽ ക്യാരക്ടറിസ്റ്റിക്സ്. സീസൺസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പർ ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.